ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് നമുക്ക് 2 വർക്ക് ഉണ്ട്, ഒന്ന് ഉച്ചക്കും ഒന്ന് രാത്രിയും. അതുകൊണ്ട് തന്നെ എന്താണെന്നുള്ളത് കണ്ടറിയാം. ഡബിൾ വർക്ക് ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയത്. അങ്ങനെ പുരേ കൂടലിന്റെ സ്ഥലത്ത് എത്തിയപ്പോൾ അതാ ഒന്നുകൂടി എനർജറ്റിക് ആവാൻ വേണ്ടി ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കുടിച്ച് നമ്മളെ പണി ഓരോന്നായിട്ട് അങ്ങ് തുടങ്ങി. പണിയെടുക്കുകയാണെങ്കിൽ നല്ല ആത്മാർത്ഥതയിൽ പണിയെടുക്കുക, ഇനിയിപ്പോ കളിക്കുകയാണെങ്കിൽ അതിലും നല്ല ആത്മാർത്ഥതയിൽ കളിക്കുക. അതാണ് നമ്മളെ പോളിസി. അതുകൊണ്ട് തന്നെ നമ്മളെ പണിയൊക്കെ തീർത്തിച്ചിട്ട് നമ്മൾ അടുത്ത പണി തുടങ്ങി. കണ്ടില്ലേ ഓരോന്നിന്റെ ആത്മാർത്ഥത. അങ്ങനത്തെ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ആക്കി. അന്നപ്പോഴാണ് നമ്മളെ മുതലാളി അവിടെ കുത്തിന് ഫുഡ് കഴിക്കുന്നതാണ്. പരിപാടി കഴിയാൻ കാത്തുന്ന ചിലപ്പോൾ ഇത്ര മനസ്സമാധാനത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുതലാളി വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങിയതാണ്. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിച്ച് നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകാനുള്ളതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇവിടുന്ന് നേരെ അടുത്ത നമ്മളെ കല്യാണപ്പുരയിലേക്കാണ് നമ്മൾ പോകുന്നത്. കല്യാണപ്പുരയിലെത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് ഒരു കോഫി കുടിച്ച് അങ്ങോട്ട് തുടങ്ങി. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ചെക്കന്മാര് പണി തുടങ്ങി. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് നമുക്ക് ഇതാ കൗണ്ടർ ഓപ്പൺ ആക്കാൻ പോകുന്നുള്ളൂ. അധികം വൈകാതെ തന്നെ നമ്മളെ പണിയും തുടങ്ങി. ഇപ്പണിക്ക് പിന്നെ നമുക്ക് ഒരു ഇന്റർവ്യൂ കിട്ടി 9 മണി ആയപ്പോഴാണ്. 9 മണിക്ക് നമ്മളെ സൽക്കാരക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓൽക്കുള്ള തയ്യാറെടുപ്പും കൂടിയാണിത്. അങ്ങനെ പരിപാടി മൊത്തത്തിൽ കഴിയുമ്പോഴത്തേക്ക് ഒരു വൈക്കായി. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. രാത്രി കണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടേ കഴിച്ചുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള കാര്യം മൊത്തത്തിലൊന്ന് തീരുമാനത്തിലാക്കിയതിനു ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഒരു കൗതുകത്തിന്റെ പുറത്തെടുത്തതിന് 2 വർക്ക് കയപ്പം അങ്ങോട്ട് മാറി കിട്ടി. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു.